ഏവർക്കും നമസ്കാരം. സാഹിതിയുടെ വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ എഴുത്തുകാരെ പരിചയപ്പെടുത്തൽ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സുസ്വാഗതം. പിറന്ന മണ്ണിൽ നിന്ന് എത്ര ദൂരെ നാം പോന്നു കൂട്ടരെ, എന്നെ മരിച്ച നമ്മൾ എങ്ങെത്താൻ കുറച്ചിട നിൽക്കാം എന്ന എൻ കക്കാടിന്റെ വരികളെ അനർത്ഥമാക്കിക്കൊണ്ട് തന്റെ നാടിന്റെയും താൻ വസിക്കുന്ന ഇടത്തിന്റെയും സംസ്കാരവും പൈതൃകവും അന്വേഷിച്ചു പോന്ന ഒരു സാഹിത്യകാരനെയാണ് ഇന്ന് സാഹിതി കൂട്ടുകാർക്കായി നാം പരിചയപ്പെടുക. ശ്രീ ഉത്തരങ്കോട് ശശി. ധാരാളം സാംസ്കാരിക പൈതൃകമുള്ള നെടുമങ്ങാട് പ്രദേശത്ത് ഉത്തരങ്കോട് ജനിച്ച അദ്ദേഹം സ്കൂൾ അധ്യാപകനായും പിന്നീട് തന്റെ പഠനം പുരോഗമിപ്പിച്ച് അദ്ദേഹം കോളേജ് അധ്യാപകനായി സർക്കാർ സേവനം നിർവഹിക്കുകയും പിന്നീട് വിരമിക്കുകയും ചെയ്തു. നെടുമങ്ങാട് ഉത്തരങ്കോടാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. ഒട്ടേറെ കൃതികൾ പൈതൃകത്തെ, പാരമ്പര്യത്തെ, സംസ്കാരത്തെ അന്വേഷിച്ച് പഠിച്ച് വിശകലനം ചെയ്ത് കേരള ജനതയ്ക്ക്, ലോക ജനതയ്ക്ക് സമ്മാനിച്ചിരിക്കുകയാണ് ശ്രീ ഉത്തരങ്കോട് ശശി. അദ്ദേഹത്തിന്റെ നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. ഞാനിപ്പോ ആദ്യം പരിചയപ്പെടുത്തുന്നത് നാട്ടറിവിലെ നാനാത്വം എന്ന കൃതിയാണ്. ഇതിന്റെ കവർ പേജ് തന്നെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മരുന്നുകളുടെയും പച്ചിലക്കൂട്ടുകളുടെയും ഔഷധ സസ്യങ്ങളുടെയും ഒക്കെ ചേരുവകൾ ചേർന്നിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കവർ. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് സൂത്രലിപി എന്നുള്ളതാണ്. വള്ളി മുടിച്ചിൽ എന്ന് പറയുന്ന പത്തായക്കെട്ടും മൂക്കമ്പറക്കെട്ടും ഉൾപ്പെടുന്ന കാണിക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന എഴുത്തു സമ്പ്രദായത്തെ അദ്ദേഹം ഇതിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. കൈവന്റെ നാര് കെട്ടി വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവർ തങ്ങളുടെ ലിപി സമ്പ്രദായം നടത്തിയിരുന്നത് എന്നാണ്. അതില് മംഗളകാര്യത്തിന് പത്തായക്കെട്ടും അശുഭകാര്യങ്ങൾക്ക് മൂക്കമ്പറക്കെട്ടും ഉപയോഗിക്കും എന്നാണ് ശ്രീ ഉത്തരങ്കോട് ശശി സാർ ഇതിൽ വ്യക്തമാക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ എന്ന് പറഞ്ഞാൽ വള്ളിമുടിച്ചിൽ ആദ്യത്തെ ലേഖനം അതാണ്. കാണിക്കാരുടെ സൂത്രലിപിയെക്കുറിച്ച്, തെക്കൻ ദിക്കിലെ ഗോത്ര സംസ്കാരത്തെക്കുറിച്ച്, കരമനയാറ്, തലസ്ഥാന നഗരിയിലെ കാളന്തി നദി, ഒരേലായുടെ ജൈവ പുരാവൃത്തം, നെടുമങ്ങാട് താലൂക്കിലെ 3 ചന്തകൾ, പ്രാദേശിക ചരിത്രത്തിൽ നെടുമങ്ങാട്ടിൽ നിന്നൊരു ഉദാഹരണം, ഉറിയടി, വെറ്റില നാടോടി സംസ്കാരത്തിൽ വെറ്റിലയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച്, കക്കാരിശ്വര നാടകത്തിലെ പ്രമേയത്തെക്കുറിച്ച്, നാടൻ ഭക്ഷണ വിഭവങ്ങളെക്കുറിച്ച്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ കൃതിയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഫോക്ലോർ രൂപങ്ങൾ. ഇതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കലാരൂപമുണ്ട്. അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ് കക്കാരിശ്ശി നാടകം. അത് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് പറയുന്ന മറ്റൊരു വസ്തുതയാണ് തിരണ്ടുപാട്ട്. തിരണ്ടുപാട്ട് എന്ന് പറയുന്നതും കാണിക്കാരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു സംസ്കാരം. അതായത് അവരുടെ ഇടയിൽ ഒരു പെൺകുട്ടി ഏജ്ഡ് ആയി കഴിയുമ്പോൾ അവൾ കാട്ടിൽ ഏതെങ്കിലും ഭാഗത്ത് പോയി ഒളിക്കുകയും അവിടെ അറിയുകയും അവിടെ വസിക്കുകയും അവൾക്ക് സംരക്ഷണം നൽകുകയും മറ്റുള്ള സ്ത്രീജനങ്ങൾ അവിടേക്ക് ചെന്നിട്ട് അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുമ്പോൾ അവൾക്ക് നൽകുന്ന ഉപദേശങ്ങളും ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ഒക്കെയുള്ള സന്ദേശങ്ങൾ നൽകുന്ന പാട്ടാണ് തിരണ്ടുപാട്ട്. അങ്ങനെ സമയക്കുറവും ഉണ്ട്, ഒത്തിരി പരിചയപ്പെടുത്താനുമുണ്ട് ശ്രീ ഉത്തരങ്കോട് ശശി സാറിനെ. ഒത്തിരി കാര്യങ്ങൾ ഈ പുസ്തകത്തിനകത്തും, ഈ തിരുവനന്തപുരം ജില്ലയിലെ ഫോക്ലോർ എന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മറ്റൊന്നാണ് അദ്ദേഹത്തിന്റെ സംഖ്യാശബ്ദ സുമങ്ങൾ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ പദങ്ങളുടെയും അർത്ഥം, സംഖ്യകൾ വരുന്ന
മുത്തമിഴ്, മുനിത്രയം, മുന്നാട് അക്ഷരമാലാക്രമത്തിൽ പദങ്ങൾ നൽകുകയും അവയുടെ അർത്ഥങ്ങൾ വിശദീകരിച്ച് നൽകുകയും ചെയ്യുന്നു. ഈ കാണുന്നതിൽ ഒരു നിഘണ്ടുവിന്റെ രൂപത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വളരെ പണിപ്പെട്ട് അതിന്റെ അക്ഷരമാലാക്രമത്തിൽ അതിനെ ക്രമീകരിച്ചിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. കുട്ടികൾക്ക് റെഫർ ചെയ്യാവുന്ന, കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഗ്രന്ഥം കൂടി തന്നെയാണ് ഇത്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് നാട്ടുവഴക്കങ്ങൾ. നാട്ടുവഴക്കങ്ങൾ എന്ന് പറയുന്നതില് ഇതിനകത്തും അദ്ദേഹം വളരെ ആധികാരികമായിട്ട് പഠിച്ചിരിക്കുന്നു കാക്കാരിശ് നാടകത്തെക്കുറിച്ച്. ഒത്തിരി നാട്ടുവഴക്കങ്ങളെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. എല്ലാം എടുത്തു പറയാൻ പറ്റില്ല. ആയിരവല്ലി, കാണിക്കാരുടെ തനതു ദേവതയാണ് ആയിരവല്ലി. അവരെക്കുറിച്ചുള്ള ഒരു ലേഖനമുണ്ട്. കളമെഴുത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. യക്ഷികളുടെ ലോകത്തെക്കുറിച്ച്, കൊന്നു തിന്നുന്ന വിധങ്ങൾ, മരിച്ചിനി എന്ന് പറയുന്നതിന്റെ ഭക്ഷണ സംസ്കാരത്തിൽ മരിച്ചിനിക്ക് വന്നിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിതുര എന്ന പ്രദേശത്തിന്റെ സാംസ്കാരിക സ്ഥലനാമങ്ങൾ, സംസ്കാരവും അതിന്റെ സ്ഥലനാമങ്ങളെക്കുറിച്ചും, പൊങ്കാലയുടെ ചരിത്രം, തിരുവിതാംകൂറിനെ കുറിച്ചും തിരുവനന്തപുരം ജില്ലയുടെ ഭാഗങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. ആ പൊങ്കാലയെക്കുറിച്ച് പറയുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ നാടൻ ഭാഷ, ചക്കയും മലയാളിയും, നെടുമങ്ങാടിന്റെ ഫോക്ലോർ, ഇതിനകത്തും ഒരു വിഭാഗം ഒരു ലേഖനം വരുന്നുണ്ട്. ഇതും കുട്ടികൾക്ക് സ്കൂളിൽ നമുക്ക് പാഠ്യവിഷയമായിട്ട് അല്ലെങ്കിൽ പഠിക്കുവാനായിട്ട് അധിക വായനയ്ക്ക് നൽകാവുന്ന ഗ്രന്ഥമാണ്. മറ്റൊന്ന് തെക്കൻ നാടൻ കടങ്കഥകളാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് 617 കടങ്കഥകളാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതും തെക്കൻ തിരുവിതാംകൂറിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ ഭാഗങ്ങളിൽ പറയുന്ന കടങ്കഥകളാണ്. പണ്ട് കൊച്ചുകുട്ടികൾ ഉപയോഗിച്ചിരുന്നതാണ്. 617 എണ്ണത്തിന്റെ ശേഖരമാണ് ഈ പുസ്തകം. ഇതും കുട്ടികൾക്ക് പഠിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്തതാണ് ഒരു ഊരിലെ പഴമൊഴികൾ എന്നുള്ളത്. പഴമൊഴികൾ എന്ന് പറഞ്ഞാൽ പഴഞ്ചൊല്ലുകൾ. ഈ തിരുവനന്തപുരം ജില്ലയിൽ തെക്കൻ കേരളത്തിന്റെ ഭാഗങ്ങളിൽ ഉപയോഗിച്ചിരുന്നിട്ടുള്ള നെടുമങ്ങാട്, അത്തരം പ്രദേശങ്ങളിൽ കാട്ടാക്കട, നെടുമങ്ങാട്, ആരനാട്, പാലോട്, വിതുര, ഈ പ്രദേശങ്ങളിൽ നാടൻ ഭാഷയിൽ പറഞ്ഞിരുന്ന പഴഞ്ചൊല്ലുകൾ ഇതിനകത്ത് 1437 പഴഞ്ചൊല്ലുകൾ അക്ഷരമാല ക്രമത്തിൽ ഉത്തരംകോട് ശശിസാർ ഇതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് പഠനത്തിന് ഉപയോഗിക്കാവുന്ന, അവരുടെ മലയാള ഭാഷയുടെയും ഇതര പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് ഇതും. അടുത്തത് വളരെ ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അദ്ദേഹത്തിന്റെ അഗസ്ത്യകൂടം എന്നുള്ള ഈ ഗ്രന്ഥം. അഗസ്ത്യർ യാത്ര ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അവർക്ക് കൂടുതൽ വായിച്ചു മനസ്സിലാക്കുവാനും അവിടുത്തെ ഗോത്ര സംസ്കാരത്തെക്കുറിച്ചും അവിടുത്തെ നദികൾ, മറ്റ് ഔഷധ സസ്യങ്ങൾ, ആരോഗ്യ പച്ചയെക്കുറിച്ചുള്ള വിവരണം ഇതിനകത്തുണ്ട്. ആരോഗ്യ പച്ച എന്ന് പറയുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഔഷധ സസ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഗോത്ര ജീവിതം അഗസ്ത്യമലയിൽ എങ്ങനെയാണെന്നും ആ കാലഘട്ടത്തിൽ ഗോത്ര പെൺകുട്ടിയുടെ ഒരു ചിത്രം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ഒരു യൂറോപ്യൻ വരച്ച ചിത്രമാണ്. അദ്ദേഹം സ്റ്റഡി നടത്തി എടുത്തിരിക്കുന്ന ചിത്രമാണിത്. ഗോത്രവർഗത്തിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന കാണിക്കാരുടെ സ്ത്രീകളുടെ ചിത്രമാണത്. അഗസ്ത്യമലയിൽ കാണിക്കാരി പെൺകുട്ടിയുടെ ചിത്രമാണത്. അപ്പൊ ഇത്തരത്തിൽ ഒത്തിരി അവിടുത്തെ നദികളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആദിവാസികൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അഗസ്ത്യ കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് ആ ഭാഗത്തുള്ള തീർത്ഥാടനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വന്യ സംരക്ഷണ കേന്ദ്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും നമുക്ക് അഗസ്ത്യാർ കൂടത്തെയും അഗസ്ത്യമുനിയെയും അവിടുത്തെ സംസ്കാരത്തെയും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കൃതിയാണ്. സമയം അധികരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ഞാനിപ്പോൾ 7 പുസ്തകങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച്, ഉത്തരംകോട് ശശിസാറിനെ കുറിച്ച് ഈ 7 പുസ്തകങ്ങൾ പരിചയപ്പെട്ടു. വളരെ ഒരു സംശയം ദൂരീകരണത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി എനിക്ക് സമ്മാനിച്ച പുസ്തകങ്ങളാണ് ഈ 7 എണ്ണവും. ഞാൻ എന്റെ കുട്ടികൾക്ക് വേണ്ടി ഹൈസ്കൂൾ തലത്തിലെ കുട്ടികൾക്ക് വേണ്ടി അത്യാവശ്യ ഘട്ടങ്ങളിൽ റെഫർ ചെയ്യാൻ പരിശോധിക്കുന്ന നാടൻ പഴഞ്ചൊല്ലുകളായിട്ടും കടങ്കഥകളും ഒക്കെ പരിശോധിക്കുവാനായിട്ട് കൊടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന പുസ്തകമാണ്. ഓരോ അധ്യാപകരുടെ കയ്യിലും ഉത്തരംകോട് ശശിസാറിന്റെ ഇത്തരം പുസ്തകങ്ങൾ ഉണ്ട് എങ്കിൽ അത് ഉപയോഗിക്കുന്നത് ഏറ്റവും അനുഗ്രഹീതമാണ്. ഈ 7 പുസ്തകങ്ങൾ മാത്രമല്ല, ഇനിയും ഒത്തിരി പുസ്തകങ്ങൾ ശശിസാറിന്റേതായിട്ടുണ്ട്. പക്ഷെ ഇവിടെയും എനിക്കൊരു ആശങ്കയുള്ളത് എത്രത്തോളം നമ്മുടെ കരിക്കുലം അല്ലെങ്കിൽ നമ്മുടെ പാഠ്യസംഹിതകൾ ഇതിനെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യമാണ്. അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു പരിഗണന ചരിത്രകാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ സാഹിത്യകാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ സാംസ്കാരിക പൈതൃക അന്വേഷി എന്ന നിലയിൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു പരിഗണന ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്.
തീർച്ചയായിട്ടും നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിൽ തന്നെയും എത്രത്തോളം ഇത് പാഠ്യവിഷയങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും അധിക വായനയ്ക്കായിട്ടും പഠന പ്രവർത്തനങ്ങൾക്കായിട്ടും ഈ ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് അധ്യാപകർക്ക് ഉപയോഗിക്കാം എന്ന അറിവോടുകൂടെ വീണ്ടും നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം എന്ന പ്രത്യാശയിൽ ഏവർക്കും നന്ദി, നമസ്കാരം.